നമുക്കിന്നേ നല്ലൊരു രസം ഉണ്ടാക്കാം. നമ്മുടെ കേരള സ്റ്റൈൽ കുരുമുളക് രസം നമുക്ക് മരുന്ന് പോലെ നമ്മൾ കഴിക്കും. പക്ഷേ ഇത് ടേസ്റ്റ് വഴി കുറച്ചുകൂടി ഒരു സെയിം കുരുമുളക് രസം തന്നെ കുറച്ചും കൂടി ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന മൈസൂർ രസം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കേട്ടോ. 2 തക്കാളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൽ ആ 2 തക്കാളി ഇട്ട്, അപ്പോൾ ആദ്യം കടുകും കറിവേപ്പിലയും മുളകും പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് ആ പുളി വെള്ളം ഒഴിച്ചു. ദെൻ 2 തക്കാളി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പ് ഇട്ടു. അതിങ്ങനെ തിളയ്ക്കുകയാണേ. ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തു. കുറച്ച് തോരപ്പരിപ്പ്, 1 ടീസ്പൂൺ തോരപ്പരിപ്പ്, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തു. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യം, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അതും കൂടി വറുത്തു. ഒരു 5-6 വെളുത്തുള്ളി അതും വറുത്തു. അങ്ങനെ അത് ഒന്നിച്ച് ഇങ്ങനെ അരച്ച് വെച്ചു. ഇതാകണ്ടോ, ഇങ്ങനെ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ ആ തക്കാളി തിളച്ചതിലേക്ക് നമുക്ക് ആ അരപ്പൊഴിക്കാം. ഇത് നല്ലോണം തിളച്ച് ആ തക്കാളിയും പുളിയും നന്നായി വേവട്ടെ. പുളി നന്നായി വേവണം. എന്നിട്ട് ആ പുളിയുടെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് പുളിയുടെ ഒരു കുത്തലുണ്ടാകരുത്. അതിന് വേണ്ടി വെച്ചിരിക്കുക. ഇത് നന്നായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അരപ്പ് ഇതിലൊഴിക്കാം. ആ അരപ്പ് ഒഴിച്ചിട്ട് കുറുകുകയാണെങ്കിൽ നമുക്ക് ചുടുവെള്ളം കൂട്ടിയിട്ട് കുറച്ചും കൂടി ലൂസാക്കാം. രസം എപ്പോഴും ലൂസായിട്ടല്ലേ, അതിൽ കായവും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്നും കൂടി ലൂസാക്കാം. ദെൻ ലാസ്റ്റ് മല്ലിയില വിതറി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം തന്നെ നല്ല ആ അരപ്പ് അരച്ചപ്പോൾ തന്നെ നല്ല മണമാണേ. ഇത് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമ്മുടെ വയറിന് ഇൻഡൈജഷനൊന്നും വരാതിരിക്കാനും, പിന്നെ തണുപ്പ് അനുഭവപ്പെട്ട് നമുക്ക് പനി, ജലദോഷം അങ്ങനത്തെ ഒന്നും വരാതിരിക്കാനും ഒക്കെ നല്ല ഒരു രസമാണ് മൈസൂർ രസം. എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ കുരുമുളക് രസത്തിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കില്ലല്ലോ, പിന്നെ പരിപ്പും ചേർക്കില്ലല്ലോ. ഇതിൻ്റെ കൂടെ ഉടച്ച തോരപ്പരിപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി നന്നായി സ്മാഷ് ചെയ്ത് ചേർക്കുകയെ ഞാൻ കാണിക്കാം. ഇതാ മൈസൂർ രസം റെഡിയായി. ആ തോരപ്പരിപ്പും ചേർത്തു. പിന്നെ ഞാൻ അരച്ച് വെച്ച അരപ്പില്ലേ അതും ചേർത്തു. എന്നിട്ട് നന്നായി തിളപ്പിച്ചു. ഒരു പൊട്ട് ശർക്കര ചേർത്തു, കാരണം ഈ പുളിയും എരിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും മീതെ ഇട്ടു. നല്ല ടേസ്റ്റാണ്. ഈ മഴക്കാലത്ത് നമുക്ക് വെറുതെ കുടിക്കാനും ചോറിൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കേ.